നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 5. അങ്ങനെ ഇന്നത്തോടുകൂടി നിഫ്റ്റിയുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്കുള്ള വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മാറിമറിയുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഒരു ഖത്തറി ഒഫീഷ്യലിന്റെ ഭാഗത്ത് നിന്നും യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വഴി കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെന്നുള്ള പ്രഖ്യാപനം വന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ യുഎസ് ട്രഷറി സെക്രട്ടറിയായ സ്കോട്ട് ബെൻസന്റെ ഭാഗത്ത് നിന്നും ഇറാനുമായിട്ടുള്ള ഒരു ഡീല് 2 ദിവസത്തിനുള്ളിൽ നടക്കുമെന്നും തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് റീ ഓപ്പൺ ആക്കുമെന്നുള്ള പ്രസ്താവന വന്നതിനെ തുടർന്ന് എണ്ണയുടെ വിലയിൽ 5% ഇടിവ് അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിൽ ശക്തമായ റാലിയാണ് അനുഭവപ്പെട്ടതും. മാത്രമല്ല, വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പരസ്യമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുവാനായിട്ട് യൂറോപ്പിനെ അനുവദിക്കുന്ന കാര്യത്തിൽ ഇറാന്റെ പരിഗണനയിലാണെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. എന്നാൽ യമൻ തീരത്ത് വെച്ച് ഇന്ത്യൻ കപ്പലുകൾ ചെങ്കടലിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് മുങ്ങുകയുണ്ടായി. ഇതിൽ 14 ജീവനക്കാരുണ്ടായിരുന്നു. ഒരു യമൻ പൗരനും ബാക്കി 13 പേരും ഇന്ത്യൻസുമായിരുന്നു. ഈ 14 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു നടപടിയെ ഇന്നലെ ഇന്ത്യ അപലപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ആദ്യം അനുഭവപ്പെട്ട പോസിറ്റിവിറ്റി നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, PB ഫിൻടെക്, അരബിന്ദോ ഫാർമ, ബർജർ പെയിന്റ്സ് ഇന്ത്യ, ബയോകോൺ, കുമിൻസ് ഇന്ത്യ, ഇക്ലറക്സ് സർവീസസ്, ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്, JK ലക്ഷ്മി സിമെന്റ്, ശ്രീ രേണുക ഷുഗേഴ്സ്, SIS, വേൾപൂൾ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,744 എന്ന ലെവലിന് താഴെയായിട്ട് നിലനിൽക്കുന്നിടത്തോളം ഇന്ന് കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. ഡൗൺ സൈഡിലേക്ക് 24,500, 24,400 എന്നീ ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ, എന്നാൽ അതേസമയം 24,744 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുൻപോട്ട് ശക്തമായ ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലും തുടർന്ന് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേയുള്ള നിഫ്റ്റിയുടെ ലെവലായ 25,150 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,400 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-day EMA നിലകൊള്ളുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച് മിനിഞ്ഞാന്നും ഇന്നലെയുമായിട്ട് തുടർന്ന RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ മാർക്കറ്റും അനലിസ്റ്റുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ RBIയുടെ ഭാഗത്ത് നിന്നും സ്റ്റഡി ആയിട്ട് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ റെപ്പോ റേറ്റ് നിലനിർത്തുമെന്നാണ്. കൂടാതെ രാവിലെ 10:30 ഇന്ത്യയിൽ നിന്നും ജൂലൈ മാസത്തെ HSBC കോമ്പോസിറ്റ് സർവീസ് PMI ഫൈനൽ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ US നിന്നും വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 ജൂൺ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മെയ് മാസത്തെ 4.5% നിന്നും നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.4% ജൂൺ മാസത്തെ US ജോബ് ഓപ്പണിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്ന് US നിന്നും ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ജൂലൈ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. തുടർച്ചയായ 6 ട്രേഡിംഗ് സെഷനുകളുടെ നേട്ടത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നലെ കൺസോളിഡേഷനോട് കൂടിയിട്ടാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി എണ്ണയുടെ വിലയിലുണ്ടായ വർധനവും നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയെ തുടർന്നുണ്ടായ വോൾട്ടാലിറ്റിയുടെയും ഫലമായിട്ട്. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും തുടർച്ചയായി 6ാമത്തെ ട്രേഡിംഗ് സെഷനിലും 2,446.47 കോടി രൂപയ്ക്ക് ബൈങ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 936.14 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയും ചെയ്തത്. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ ആക്സിസ് ബാങ്കിന് 0.91%, HDFC ബാങ്കിന് 0.87% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിനും ICIC ബാങ്ക് ADRകൾക്ക് 0.25%, ഇൻഫോസിസിന് 2.25%-ലേറെയും നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം വിപ്രോ ADR ഫ്ളാറ്റ് ആയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. AI അധിഷ്ഠിത ആവശ്യകതയെക്കുറിച്ച് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തില് കാറ്റർപില്ലർ, പലാന്റിയർ എന്നിവയുടെ മികച്ച ഫോർകാസ്റ്റ് തുടർന്നും മാത്രമല്ല ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള ഡീലിലേക്ക് ഇറാനുമായിട്ട്
എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷകൾ വന്നതിനെ തുടർന്നും ഇന്നലെ യുഎസ് മാർക്കറ്റുകൾ ശക്തമായി കുതിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി പലന്റിയർ ടെക്നോളജീസിന്റെ സ്റ്റോക്കില് 25%, കാറ്റർപില്ലറില് 12%-ലേറെയും കുതിപ്പാണ് ഇന്നലെ അനുഭവപ്പെട്ടതും. തുടർന്ന് യുഎസ് മാർക്കറ്റില് S&P 500-നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. S&P 500-ന് 1.25%-ലേറെയും നാസ്ഡാക്കിന് 2.5%-ലേറെയും നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും ഇന്നലെ നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായി. UK മാർക്കറ്റിന് 0.25%-അടുത്തും, ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെയും, ജർമ്മൻ മാർക്കറ്റിന് 0.25%-ലേറെയുമാണ് നേട്ടം കൈവരിക്കുവാനായതും. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 3%-ലേറെയും, കൊറിയൻ മാർക്കറ്റ് 4.25%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $79.15 ക്രൂഡ് ഓയിലിന്റെ വില $75.44 ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $4078.35 per ounce എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്ക്ലി സീരീസിന്റെ നിഫ്റ്റിയുടെ PCR 0.82 എന്ന നിലയിലും മാക്സ് പെയിൻ 24,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അതിന് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. RSI 68 ചില്ലറയിൽ നിന്നും 61.77 എന്ന നിലയിലേക്ക് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും റഫറൻസ് ലൈനിന് മുകളിലായിട്ട് നിലകൊള്ളുവാനുമായി. ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ നിഫ്റ്റിയിൽ പുതിയ വീക്ക്ലി സീരീസ് ആരംഭിക്കുന്നതിനാൽ തന്നെ മാറിമറിയാനുള്ള സാധ്യതകളുണ്ടെങ്കിലും നിലവിലെ ഡാറ്റകൾ പ്രകാരം 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇന്ന് മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസസിന്റെ ലിസ്റ്റിംഗ് മെയിൻ ബോർഡിലേക്ക് നടക്കാനുണ്ട്. SME സെഗ്മെന്റിലേക്ക് HR ഹൈജീൻ പ്രൊഡക്ട്സിന്റെ IPOയുടെ ലിസ്റ്റിംഗും നടക്കാനിരിക്കുന്നു. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ADF ഫുഡ്സ്, അജന്ത ഫാർമ, അനൂഹ് ഫാർമ, ഓട്ടോമോട്ടീവ് ആക്സൽസ്, ഇൻഡെഫ് മാനുഫാക്ചറിംഗ്, ബേയർ കോർപ്പ് സയൻസ്, ബർജർ പെയിന്റ്സ് ഇന്ത്യ, ബ്രിഗേഡ് എന്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണിന്ന്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. LIC ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏകദേശം 6% സ്റ്റേക്ക് സ്റ്റോക്കിൽ നിന്ന് വിറ്റൊഴിയുകയാണെന്ന്. ഇതിനെ തുടർന്ന് ഇന്നലെ സ്റ്റോക്കിൽ 8%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ഇന്നലെ വന്ന തീരുമാനങ്ങൾ പ്രകാരം ഓഗസ്റ്റ് 5-ന് ഇന്ന് ഓഫർ ഫോർ സെയിൽ വഴി LICയിൽ നിന്നും 4% ഓഹരികൾ വിറ്റഴിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോളോ പൈപ്സ് കമ്പനിയുടെ പ്രൊമോട്ടറായ S. ഗുപ്ത ഹോൾഡിംഗ് കമ്പനിയുടെ 2.25 ലക്ഷം ഓഹരികൾ വീതമുള്ള 2 ബാച്ചുകൾ യഥാക്രമം $522.16 per ഷെയർ എന്ന നിലയിലും $522.34 per ഷെയർ എന്ന നിലയിലും വാങ്ങി. ഏകദേശം 23.5 കോടി രൂപ മൂല്യമുള്ള 1% സ്റ്റേക്കാണ് ഇവർ ഇന്നലെ വാങ്ങിയതും. ഭാരതി എയർടെൽ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 37.3%-ന്റെയും റവന്യൂവില് 18.4%-ന്റെയും വർധനവ് റിപ്പോർട്ട് ചെയ്തു. ONGC പ്രോഫിറ്റില് 112.3%-ന്റെയും റവന്യൂവില് 45.2%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. FSN ഇ-കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക പ്രോഫിറ്റില് 3 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24.5 കോടി രൂപയിൽ നിന്നും 79.8 കോടി രൂപയായിട്ട് ഉയർന്നു. റവന്യൂവിലും 29.1%-ന്റെ വർധനവും റിപ്പോർട്ട് ചെയ്തു. കൂടാതെ 32 കോടി രൂപയ്ക്ക് അമിനു വെൽനസിന്റെ 51% ഓഹരികൾ സ്വന്തമാക്കി. ഇതുവഴി തങ്ങളുടെ പ്രീമിയം സ്കിൻ കെയർ ഉൽപ്പന്ന നിര ശക്തിപ്പെടുത്തുകയും ചെയ്തു കമ്പനി. ഭാരതി ഹെക്സാകോം പ്രോഫിറ്റില് 23.2%-ന്റെയും റവന്യൂവില് 10.9%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. മാരിക്കോ പ്രോഫിറ്റില് 27.1%-ന്റെയും റവന്യൂവില് 22.9%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. കല്യാൺ ജുവല്ലേഴ്സ് ഇന്ത്യ പ്രോഫിറ്റില് 32%-ന്റെയും റവന്യൂവില് 45.7%-ന്റെയും വർധനവ് റിപ്പോർട്ട് ചെയ്തു. യുണൈറ്റഡ് ബ്രൂവറീസ് പ്രോഫിറ്റില് 9.6%-ന്റെ ഇടിവ്
രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 7.1% വർധനവും രേഖപ്പെടുത്തി. MCX പ്രോഫിറ്റില് 103.5%, റവന്യൂവില് 88.1% ഉയർച്ച രേഖപ്പെടുത്തി. ഷീല ഫോംസ് പ്രോഫിറ്റില് 9 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 6.5 കോടി രൂപയിൽ നിന്നും 61.4 കോടി രൂപയായി വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 25.6% ഉയർച്ചയും റിപ്പോർട്ട് ചെയ്തു. BSE പ്രോഫിറ്റില് 62%, റവന്യൂവില് 63.5% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.